അവിടുത്തെ വചനത്തിലൂടെ അങ്ങ് സംസാരിക്കണമേ. ശുദ്ധിയില്ലാത്ത ആദരങ്ങളുടെ അടിയന്റെ ആദരത്തെ അവിടുത്തെ വിശുദ്ധ വചനത്തെ പറവാൻ തക്കവണ്ണം ശുദ്ധീകരിക്കണമേ. അടിയന്റെ ബുദ്ധിയോ അടിയന്റെ അറിവോ അല്ല കർത്താവേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയായ വചനം ഇവർക്ക് ആവശ്യമാവുന്ന രീതിയിൽ വിളമ്പപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, വചനം ഇവരിലാരും തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അത് പറയപ്പെടുന്ന അതേ അർത്ഥത്തിൽ തന്നെ ഒരു ജീവിതത്തിൽ പ്രതിഫലിക്കുവാനും അത് മനസ്സിലാക്കുവാനുമുള്ള കർത്താവെ തിരിച്ചറിയുവാൻ കഴിയുന്ന അതേ ദൈവത്തിന്റെ ആത്മശക്തിയുടെ വെളിപ്പാകരണമേ. അതിയുടെ ഉള്ളുകൾ വളരട്ടെ. അത് ഞങ്ങളുടെ ഉള്ളുകളിൽ 100 മേനി വിളയുവാൻ ഇടയാണ്. എന്നത്തെയും പോലെ കർത്താവ് ഒരു പ്രസംഗം കേട്ട് മടങ്ങിപ്പോകുന്നവരായിട്ടല്ല, ജീവിതത്തിലൊരു മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തുവാൻ തക്കവണ്ണം ദൈവം ഇന്നത്തെ ചുരുങ്ങിയ ധ്യാനത്തെ അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മിശിഹായെ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ഞായറാഴ്ച ദൈവസന്നിധിയിലായിരിക്കാൻ പരിശുദ്ധനാകുന്ന ദൈവം നമ്മെ സഹായിക്കുന്നത് കൊണ്ട് കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ചുരുങ്ങിയ സമയത്ത് തിരുവചന ധ്യാനത്തിനായി നാം എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം നാം സുവിശേഷ പാഠമായി വായിച്ചു കേട്ടാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 11 മുതൽ ഉള്ള ഭാഗങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള ഭാഗങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. ബൈബിളിൽ നിങ്ങൾ താലന്തുകളുടെ ഉപമ പഠിച്ചിട്ടുണ്ട്. താലന്തുകളുടെ ഉപമ പഠിച്ചിട്ടുണ്ട്. 3 ദാസന്മാരെ വിളിച്ചിട്ട് അവർക്ക് 10 താലന്ത് വീതിച്ചു കൊടുത്തു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ അധികം പേരും ശ്രദ്ധിക്കാതെ, ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എന്നാൽ അധികം പേരും ശ്രദ്ധിക്കാതെ പോയൊരു ഉപമയാണ്. ഒരു രാജാവ് അവൻ രാജ്യത്വം പ്രാപിച്ചു വരാൻ വേണ്ടി പോകുമ്പോൾ, രാജാവായി വരാൻ വേണ്ടി മറ്റൊരു ദേശത്തേക്ക് പോകുമ്പോൾ 10 ദാസന്മാരെ വിളിച്ചിട്ട് എല്ലാവർക്കും ഓരോ വെള്ളി നാണയം വീതം നൽകി. എല്ലാവർക്കും എന്ത് നൽകി? ഓരോ വെള്ളി നാണയം വീതം നൽകി. ഇവിടെ ഫ്രണ്ട് ഇരിക്കുന്നത് ഞാൻ ചോദ്യം ചോദിക്കും കേട്ടോ. എത്ര ഉണ്ട് ഇവിടുത്തെ? ഓരോരുത്തർക്കും ഓരോ വെള്ളി നാണയം വീതം കൊടുത്തു. അങ്ങനെ 10 പേർക്ക് ഓരോ വെള്ളി നാണയം വീതം രാജാവ് കൊടുത്തിട്ട് രാജാവായി വരാൻ വേണ്ടി പോവുകയാണ്. ഈ വെള്ളി നാണയം കൊടുത്ത രാജാവ് ആരാണ്? ആരായിരിക്കും രാജ്യത്തെ പ്രാപിച്ച് വരേണ്ടത്? യേശുക്രിസ്തു. ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ നിന്ന് സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നടക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. രാജ്യത്വം പ്രാപിച്ചു വരുന്ന രാജാവ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ആകുന്ന മനുഷ്യൻ, കുലീനനായ മനുഷ്യൻ എന്ത് ചെയ്യാണ്? 10 വെള്ളി നാണയങ്ങൾ 10 പേരെ വിളിച്ച് കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങളിത് വ്യാപാരം ചെയ്തു കൊള്ളാം, ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളാം. അപ്പോൾ ഈ കൊടുത്ത വെള്ളി നാണയം നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ അതെന്തായിരിക്കും? എന്താണ് ഈ വെള്ളി നാണയം? താലന്ത് എന്ന് പറയുന്നത് എന്താണ്? അന്നത്തെ ഭാഷയിൽ താലന്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ 3 മാസത്തെ ഉപജീവനം, 3 മാസം അധ്വാനിച്ചാൽ കിട്ടുന്ന തുകയാണ് ഒരു താലന്ത് എന്ന് പറയുന്നത്. പക്ഷേ വേദപുസ്തക പശ്ചാത്തലത്തിൽ എന്തായിരിക്കും ഒരു താലന്ത് എന്ന് പറയുന്നത്? ക്രിസ്തു കൊടുത്ത റാത്തൽ എന്ന് പറയുന്നത് എന്താ? നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയ എന്താണ്? യേശു ക്രിസ്തു മരിച്ച് അടക്കം ചെയ്ത് പുനരുത്ഥാനം ചെയ്യുമ്പോൾ എന്താ പറയുക? ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ രക്തത്തിലെ എന്താ? പുതിയ നിയമം. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ രക്തത്തിന് പുതിയ നിയമം. ഇതിനെ എന്ത് ചെയ്യണം? നിങ്ങൾ വ്യാപാരം ചെയ്യണം. അപ്പൊ പുതിയ നിയമം എന്ന് പറയുന്നത് മത്തായി, മാർക്കോസ്, ലൂക്കോസ് തുടങ്ങുന്ന 10 ഈ പുസ്തകങ്ങളാണോ? അല്ല. പുതിയ നിയമം എന്ന് പറയുന്നത് യേശു ക്രിസ്തു നൽകി. എന്താണ് പുതിയ നിയമം? യേശു ക്രിസ്തു നമുക്കൊരു പുതിയ നിയമം തന്നല്ലോ. എന്തായിരുന്നു? ഏതായിരുന്നു പുതിയ നിയമം? പറ. സ്നേഹിക്കുക. നിങ്ങൾ തമ്മിൽ പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കും. അല്ലേ? യേശു ക്രിസ്തു തന്ന പുതിയ കൽപ്പന സ്നേഹിക്കുക എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ നാണയം, സ്നേഹം എന്ന് പറയുന്നത് ആരാണ്? യേശു. ഈ സ്നേഹം പഠിപ്പിച്ചത് എങ്ങനെയാണ്? യേശു തന്റെ ജീവിതം കൊണ്ടാണ് ഈ സ്നേഹം നമ്മളെ പഠിപ്പിക്കുന്നത്. കാതറുക്കുന്നവന്റെ കാതിനെ എടുത്ത് തിരികെ വെച്ചു കൊടുക്കുന്നു. കാർക്കിച്ചു തുപ്പുന്നവന്റെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പുന്ന നോക്കി പുഞ്ചിരിക്കുന്നു. അടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിഹസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒറ്റിക്കൊടുക്കുന്നവനെ, തള്ളിക്കൊടുക്കുന്നവനെ, എല്ലാവരും സ്നേഹിക്കുന്നു. നമ്മുടെ സ്നേഹം ഇങ്ങനെയാണോ? ക്രിസ്തു പറഞ്ഞ സ്നേഹം എങ്ങനെയല്ല? ഞാൻ നമ്മളോട് പറഞ്ഞു, നിറ സിനിമയിലെ കുഞ്ചക്കോ ബാബന്റെ സ്നേഹമല്ല, അല്ലേ? ക്ലാസ്മേറ്റ്സിലെ
പൃഥ്വിരാജിന്റെ സ്നേഹമല്ല യേശു പറഞ്ഞ സ്നേഹം. യേശു പറഞ്ഞ സ്നേഹം എന്നത് പ്രതിഫലേച്ഛയില്ലാതെ, യാതൊരുവിധ നിബന്ധനകളുമില്ലാതെ, അൺകണ്ടീഷണബിൾ ആയിട്ട്, യാതൊരുവിധ കണ്ടീഷൻസും ഇല്ലാതെ കൊടുക്കുന്ന സ്നേഹം. ഒരുപക്ഷെ ഈ ലോകത്തിന്റെ അപ്പന്റെ സ്നേഹം മക്കളിൽ നിന്നുള്ള പ്രതിഫലം കുറഞ്ഞു പോയാൽ കുറഞ്ഞു പോകുമായിരിക്കാം. ഈ ലോകത്തിലെ മക്കളുടെ സ്നേഹം അപ്പനോട് ചോദിച്ചിട്ട് കിട്ടാതെ വന്നാൽ, എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് അവരാവശ്യങ്ങൾ നിറവേറെ പോയാൽ അപ്പനോട് സ്നേഹം കുറഞ്ഞു പോകാം. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹം അങ്ങനെയല്ല. അത് കണ്ടീഷൻ ഇല്ലാത്തതാണ്, അൺകണ്ടീഷനാണ്. അത് എപ്പോഴും ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കും, എല്ലാവർക്കും പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ റാന്തല നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം. ക്രിസ്തു സമം എന്താണ്? സുവിശേഷം. ക്രിസ്തു സമം സുവിശേഷം, സ്നേഹത്തിന്റെ സുവിശേഷം. സുവിശേഷ സമം എന്താണ്? സ്നേഹം. സുവിശേഷ സമം സ്നേഹമാണ്. സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹിക്കുക. സുവിശേഷത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുക എന്ന് മാത്രമാണ്. ക്രിസ്തു പഠിപ്പിച്ചതും ക്രിസ്തു പകർന്നു നൽകിയതും സ്നേഹിക്കുക എന്ന സത്യസുവിശേഷത്തെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമുക്ക് വ്യാപാരം ചെയ്യാൻ തന്നിട്ട് പോയ താലത്തിന്റെ പേര് സുവിശേഷം, അഥവാ എന്താണ്? സ്നേഹം. സുവിശേഷം അല്ലെങ്കിൽ സ്നേഹം എന്ന താലത്തിലെ സഭയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും ഒരുപോലെയാണ് തന്നത്. ഒറ്റ നാണയം. ആ ഒറ്റ നാണയത്തെ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്, നിങ്ങൾക്കും തന്നിട്ടുണ്ട്. എന്തിനായിരിക്കും ഈ നാണയത്തെ തന്നത്? അന്നത്തെ പശ്ചാത്തലം, അന്നത്തെ യഹൂദ പശ്ചാത്തലം, അല്ലെങ്കിൽ ആ പഴയ കാലഘട്ടം, കണ്ണിന് പകരം കണ്ണ്, ചെവിക്ക് പകരം ചെവി, കാലിന് പകരം കാലെന്ന് പറഞ്ഞ കർക്കശമായ നിയമങ്ങൾ ഉണ്ടായിരുന്ന, ദുഷ്ടത നിറഞ്ഞ കഠിന ഹൃദയന്മാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ കഠിന ഹൃദയന്മാരുണ്ടായിരുന്ന കാലഘട്ടം ഇരുളുകൊണ്ട് നിറയപ്പെട്ട ഹൃദയങ്ങളിലേക്ക് ഈ സ്നേഹത്തിന്റെ വെട്ടത്തെ പകർന്നു കൊടുത്ത് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ഈ സുവിശേഷത്തിന്റെ ഉദ്ദേശം. യേശുക്രിസ്തുവിന് മുമ്പ് അനേക പ്രവാചകന്മാർ വന്നു. ആർക്കും ഈ പ്രകാശത്തെ പരത്താൻ കഴിഞ്ഞില്ല. കാരണം അവരെല്ലാവരും പ്രകോപിക്കപ്പെടുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ദേഷ്യപ്പെട്ടവർ, കോപിച്ചവർ, സ്നേഹത്തെ വിജയകരമായി പകർന്നു കൊടുക്കാൻ കഴിയാതെ സ്നേഹത്തിന്റെ വഴികളിൽ പരാജയപ്പെട്ടു പോയവരാണ്. എന്നാൽ സ്നേഹത്തിന്റെ സുവിശേഷത്തിന്റെ വഴിയിൽ വിജയിച്ച ഒരേ ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവിടുന്ന് കാൽവറിയിൽ ആ പരീക്ഷയിൽ വിജയിച്ച ശേഷം ഇത് നമുക്ക് ഗിഫ്റ്റായിട്ട് നൽകുകയാണ്. പക്ഷേ ഈ സ്നേഹത്തിന്റെ ഭാഷയിൽ യേശുക്രിസ്തുവിനോട് ജീവിച്ചപ്പോൾ പത്രോസ് തോറ്റുപോയി. യേശുക്രിസ്തുവിനെ പിടിക്കാൻ വന്നപ്പോൾ അവൻ വാളുറയിൽ നിന്ന് ഊരി വെട്ടി പത്രോസ് തോറ്റുപോയി. പക്ഷേ യേശുക്രിസ്തുവിന് ശേഷം, യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ശേഷം ഈ സ്നേഹത്തെ പൂർണ്ണമായി പകർന്നു കൊടുക്കുകയാണ്. പത്രോസിനെ കൊല്ലാൻ വേണ്ടി പിടിക്കുമ്പോൾ പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, ഓക്കെ എന്നെ കൊന്നോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്നെ കൊല്ലുന്നതിന് എനിക്ക് പരാതികളില്ല. പണ്ടായിരുന്നെങ്കിൽ പത്രോസ് വാളവരെയും ഊരി പോയിരുന്നു. പക്ഷെ ഇന്ന് അവനെ കൊല്ലാൻ നിൽക്കുമ്പോൾ അവൻ പറയുക, നിങ്ങൾ എന്നെ കൊല്ലുന്ന എനിക്ക് പരാതിയൊന്നുമില്ല, പക്ഷേ എന്റെ ഗുരുവിനെ നിങ്ങൾ നിവർപ്രവൃത്തിയാക്കി, എന്റെ ഗുരുവിനെ പോലെ മരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, എന്നെ നിങ്ങൾ തലകീഴായി ഘോഷിക്കുക. ആ സ്നേഹം അവനിലേക്ക് വന്നു. മനസ്സിലായില്ലേ? കണ്ടു നിൽക്കുന്നവർ നോക്കുമ്പോൾ ആ സ്നേഹം അവനിലേക്ക് വന്നു. അതുകൊണ്ട് യോഹന്നാനെ തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ ആരെയും യോഹന്നാൻ പ്രാഗിയില്ല. പ്രാഗിയോ? തിളച്ച എണ്ണയിലേക്ക് ഇടുമ്പോൾ തിളച്ച എണ്ണയിൽ എടുത്തിട്ട് അവനോട് പറഞ്ഞോ, നിന്റെ തലമുറയുടെ നേരെ ഞാൻ ശാപം ഇട്ടുവിടുമെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല പ്രിയമുള്ളവർ. പഴയകാല പ്രവാചകന്മാരെ പോലെ ആയിരുന്നില്ല ഒരിക്കലും. പിന്നീട് ക്രിസ്തു സ്നേഹം പങ്കുവയ്ക്കപ്പെട്ട ക്രിസ്തുവിന്റെ ദാസന്മാർ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് സ്നേഹം വന്നപ്പോൾ അവരുടെ ജീവിതം, ഈ സത്യസുവിശേഷം വന്നപ്പോൾ അവരുടെ ജീവിതം ആകമാനം മാറുകയാണ്. പത്മോസ് എന്ന ദ്വീപിലേക്ക് കൊണ്ടിടപ്പെടുമ്പോൾ വിഷസർപ്പങ്ങളും മനുഷ്യനെ കൊത്തിയെടുത്തു പോകുന്ന ഉഗ്ര കഴുകന്മാരുമുള്ള ദ്വീപിൽ മരണഭയമില്ലാതെ സ്വർഗീയ ദർശനം കാണുവാൻ കണ്ണുകൾ അടച്ചിരിപ്പാൻ തക്കവണ്ണമുള്ള ഒരു ശക്തി, വരും തലമുറയ്ക്ക് വേണ്ടി ഒരു പ്രവചനം, ചുരുളുകൾ എഴുതാൻ വേണ്ടിയുള്ള സ്നേഹത്തിന്റെ ശക്തി കൊടുത്തത് ഈ ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ആർക്ക്? യോഹന്നാൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. കുറച്ചുകൂടി ലളിതമായി പറയാം. പിഞ്ചു കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും നിർദാക്ഷണ്യം കൊന്നിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് ശൗൽ എന്നാണ്. ഈ സ്നേഹം അവന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ശൗൽ ആകമാനം മാറുകയാണ്. ഇന്നലെ വരെ അവൻ ക്രിസ്തുവിന് വേണ്ടി നിന്നവരെ കൊല്ലാൻ വേണ്ടി നടന്നുവെങ്കിൽ, അവന്റെ കർക്കശതകൾക്ക് വേണ്ടി, അവന്റെ ശാഠ്യങ്ങൾക്ക് വേണ്ടി, അവന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹത്തെ മുഴുവൻ അവൻ കൊന്നെടുക്കുവാൻ തയ്യാറായി ഇറങ്ങിയവനാണെങ്കിൽ, ഈ ക്രിസ്തു സ്നേഹം വന്നതിന് ശേഷം അവൻ ഈ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നത്. മനസ്സിലായില്ലേ? ഇന്ന് വരെ നമ്മൾ മറ്റുള്ളവരെ കൊല്ലുന്നവരായിരിക്കാം. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട്, ആശയഭിന്നതകൾ കൊണ്ട് നമ്മുടെ സമൂഹത്തെ, ചുറ്റുപാടുകളെ കൊല്ലുന്നവരായിരിക്കാം. ആയിക്കോട്ടെ, ഇന്ന് യേശുവിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ സ്നേഹത്തിന്റെ സുവിശേഷത്തെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി മാറാൻ പോവുകയാണ്. ആരും ക്രിസ്ത്യൻ
നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? സ്വയം ചോദിച്ചു നോക്ക്. ക്രിസ്ത്യാനി എന്നതിന്റെ മലയാളം അർത്ഥം എന്താ? ക്രിസ്തുവിന്റെ അനുയായി, ക്രിസ്തുവിന്റെ ശിഷ്യൻ. ക്രിസ്തുവിന്റെ ശിഷ്യന്, ഒരു ഗുരുവിന്റെ ശിഷ്യന്റെ ഗുണം എന്താ? ശിഷ്യൻ ഗുരുവിനെ പോലെ ആയിരിക്കണം, ഗുരുവിന്റെ പാത പിൻപറ്റുന്നവനായിരിക്കണം ക്രിസ്തു ശിഷ്യൻ. ക്രിസ്ത്യാനി എന്ന വിളിപ്പേരിന് നമ്മൾ അർഹരാകണമെങ്കിൽ ഗുരുവാകുന്ന യേശുവിനെ പോലെ സ്നേഹ സുവിശേഷത്തെ പങ്കുവയ്ക്കുന്നവരായിരിക്കണം നമ്മൾ. വെറുപ്പ് പങ്കുവയ്ക്കുന്നവരായി കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യൻസ് അല്ല. പക പങ്കുവയ്ക്കുന്നവരായാൽ, അസ്വസ്ഥത പങ്കുവയ്ക്കുന്നവരായാൽ ഈ ഗുരുവിന്റെ ശിഷ്യനാകാനുള്ള യോഗ്യത നമുക്കില്ല. സ്വയം ശോധന ചെയ്യും. അമ്മ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യനാണോ? ഞാനൊരു ക്രിസ്ത്യാനിയാണോ? ഈ സ്നേഹത്തെ പങ്കുവയ്ക്കാൻ കഴിയാത്തിടത്തോളം ഞാൻ തീർത്തും പറയും നോ. നിങ്ങൾക്ക് ഒരു സഭയുടെ ഡിനോമിനേഷൻ നിങ്ങളുടെ പേരെഴുതിയത് കൊണ്ടോ, ഇന്ന സഭ അംഗമെന്ന് പറഞ്ഞത് കൊണ്ടോ ക്രിസ്ത്യാനി ആകാൻ പറ്റില്ല. ക്രിസ്ത്യാനിയാകണമെങ്കിൽ ക്രിസ്തുവാകുന്ന പരമമായ ഗുരുവിന്റെ ആ സ്നേഹമാകുന്ന ഒറ്റ ഗുണം, ഒരുപാടൊന്നും നിങ്ങൾ പങ്കുവയ്ക്കില്ല, സ്നേഹമാകുന്ന ഒറ്റ ഗുണത്തെ പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയണമെന്നാണ്. സ്നേഹമാകുന്ന ഒറ്റ ഗുണത്തെ പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ റാത്തൻ എന്ന് പറയുന്നത്, താലന്ത് എന്ന് പറയുന്നത് എന്താണ്? സ്നേഹം. ഈ സ്നേഹത്തെ അസ്വസ്ഥത നിറഞ്ഞ സമൂഹത്തിൽ പങ്കുവയ്ക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുക എന്നതാണ്. അപ്പോൾ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് പോയി, മടങ്ങി വരും. താലന്ത് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു വന്ന് നമ്മോട് ചോദിക്കും, മക്കളെ, നിങ്ങൾ എനിക്ക് വേണ്ടി എത്ര ആത്മാക്കളെ സ്നേഹം കൊണ്ട് നേടി? നിങ്ങൾ എനിക്ക് വേണ്ടി എത്ര ആത്മാക്കളെ സ്നേഹം കൊണ്ട് നേടി? ഈ ഉപമയിൽ 4 തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. 4 തരത്തിലുള്ള ആൾക്കാരെ കാണാൻ സാധിക്കും. ഇതില് ഒന്നാമത്തെ തരത്തിലുള്ളവൻ, ഒന്നാമത്തെ കൂട്ടത്തിലുള്ളവർ വളരെയധികം അധ്വാനിച്ച ആളാണ് ഒന്നാമത്തെ ആൾ. അവൻ ഒറ്റ താലന്ത് കൊണ്ട് 10 താലന്ത് നേടി. രണ്ടാമത്തവൻ കിട്ടിയതിനു വേണ്ടി അധ്വാനിച്ചവനാണ്. മൂന്നാമത്തവൻ കിട്ടിയതിനു വേണ്ടി വാങ്ങി റൂമാൽ കൊണ്ട് പൊതിഞ്ഞു വെച്ചു. നാലാമത്തെ കൂട്ടർ ആരെന്നറിയാമോ? അവരിത് കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ രാജാവിന് ഞങ്ങൾക്ക് വേണ്ട, ഇങ്ങനെ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് പുറത്ത് കിടന്നവർ. നമുക്ക് അവരെ മാറ്റി നിർത്താം, നമ്മളെ പറ്റി ചിന്തിക്കാം. ഈ 3 കൂട്ടരിൽപ്പെട്ടവരാണ് നമ്മൾ. ചിലർ അധികമായി അധ്വാനിക്കുന്നുണ്ട്, അധികമായി സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ട്, അധികമായി സമൂഹത്തിൽ അസ്വസ്ഥതകൾ പടരുമ്പോൾ കോപം ജ്വലിക്കുന്ന ഇടത്ത് സ്നേഹത്തോടെ പോയി സമാധാനം കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ അവിടുത്തെ ആത്മാക്കളെ നേടുകയാണ്. ഏത് വലിയ പ്രതിസന്ധിയിലും ഈ സ്നേഹ സുവിശേഷത്തെ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്വയം ചോദന ചെയ്യും. എനിക്ക് ക്രിസ്തു എന്നെ നേടി, ആ താലന്താണ് ഞാൻ. ക്രിസ്തു നേടിയ ആ താലന്താണ് ഞാൻ. അപ്പോൾ ഞാൻ എന്നിലൂടെ എത്ര ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി നേടിയിട്ടുണ്ട്? 10 നേടിയിട്ടുണ്ടോ? 5 നേടിയിട്ടുണ്ടോ? എന്തിന്? നമ്മുടെ മക്കളെങ്കിലും നേടാൻ പറ്റിയിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ ആത്മീയത, അത് അപ്രകാരം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാനെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തിരുത്തപ്പെടേണ്ടത്, ആദ്യം ക്രിസ്തുവിനെ പങ്കുവയ്ക്കേണ്ടത് കുടുംബങ്ങളിലാണ്. അതിനുശേഷമാണ് സമൂഹങ്ങളിലേക്ക് പങ്കുവയ്ക്കേണ്ടത്, പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക്. ക്രിസ്തു ശിഷ്യൻ ഒരിക്കലും കോപിക്കുന്നവനാകാൻ കഴിയുകയില്ല. ക്രിസ്തു ശിഷ്യൻ ഒരിക്കലും വെറുപ്പുള്ളവനാകാൻ കഴിയുകയില്ല. ക്രിസ്തു ശിഷ്യൻ ഒരിക്കലും അസൂയാലും കലഹമുണ്ടാക്കുന്നവനുമാകാൻ കഴിയുകയില്ല. അവൻ എല്ലായിടത്തും ശാന്തതയോടെ നിൽക്കുന്നവനായിരിക്കും. ഒന്നാമത്തവൻ, അവന് ഒറ്റ താലന്താണ് കിട്ടിയത്. അവൻ 10 ആത്മാക്കളുമായി അവനെ കൊണ്ട് നേടാൻ കഴിയുന്ന മാക്സിമവുമായി ദൈവസന്നിധിയിൽ നിൽക്കുകയാണ്. അന്ത്യനായ വിധിയാണ്. നോക്കു കർത്താവേ, ഞാനിതാ 10 പേരെ കൂടെ നിന്റെ നാമത്തിന് വേണ്ടി നേടിയിരിക്കുന്നു. നിന്റെ നാമത്തിന് വേണ്ടി നേടുക എന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പള്ളി വരികയെന്നല്ല മക്കൾ, പ്രിയമുള്ളവരെ. ഈ സ്നേഹത്തെ കൊടുക്കുക എന്നതാണ്. ഈ സ്നേഹത്തെ കൊടുക്കുക. ഇങ്ങനൊരു ദൈവമുണ്ടോ എന്ന് പറയുക. നിങ്ങളെ ഒരാൾ നിരന്തരം ഉപദ്രവിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ അയാളോട് പ്രതികരിക്കുന്നില്ല. സ്ഥിരമായി ഉപദ്രവിച്ച് തളരുമ്പോൾ ഒരു നാൾ അയാൾ നിങ്ങളോടൊന്ന് ചോദിക്കും, എന്താ ഇത്രയ്ക്ക് ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടും നിനക്കൊന്നും പ്രതികരിക്കാൻ തോന്നാത്തത്? അപ്പൊ തിരിച്ചു പറയുക, ജീസസ് ലവ്സ് യു. യേശു നിന്നെയും സ്നേഹിക്കുന്നുണ്ട്. യേശു നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നീ എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ടും എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ തോന്നാത്തത്.
എനിക്ക് നിന്നോട് കയർത്ത് സംസാരിക്കാൻ തോന്നാത്തത്? എനിക്ക് നിന്നോട് അസ്വസ്ഥമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയാതെ? അശുഷൻ എന്താണ്? നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം, അമ്മായിയമ്മയോടായിരിക്കാം, മരുമക്കളോടായിരിക്കാം, ഭർത്താവിനോടായിരിക്കാം, മക്കളോടായിരിക്കാം. സമാധാനത്തോടെ ഇടപെടാൻ, സ്നേഹത്തോടെ ഇടപെടാൻ നമുക്ക് കഴിയാത്തടത്തോളം നമ്മൾ ആരല്ല? ഒരു ക്രിസ്തു ശിഷ്യൻ അല്ല. തെറ്റാൻ തോന്നുന്നുണ്ടോ? സമ്മതിക്കാം, അല്ല. സമാധാനത്തോട് സ്നേഹത്തെ പങ്കുവയ്ക്കാൻ കഴിയാത്തടത്തോളമല്ല. രണ്ടാമത്തവൻ, അവന് കിട്ടി. അവൻ പറയുക, ഇതാ നീ എനിക്ക് തന്നു ഒന്ന്, ഞാൻ എന്ത് ചെയ്തു? 5 എണ്ണം കൂടി നീതി. കിട്ടിയതിനു വേണ്ടി കിട്ടിയ സമയം അല്പാൽപമായി. ആ കൂട്ടത്തിൽപ്പെട്ട് നമ്മൾ ഭൂരിഭാഗം പേര് കിട്ടിയ സമയത്തിൽ കുറച്ചൊക്കെ ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. പറ്റുന്ന ഇടത്തൊക്കെ, ചിലയിടത്തൊക്കെ ഞാൻ എന്ത് മൂടി വെച്ചു. പറ്റുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. 5 ആത്മാക്കൾ നേടി. ഒന്നാമത്തവരോട് പറഞ്ഞു, നീ 10 പട്ടണങ്ങൾക്ക് അധിപതിയാകുക. രണ്ടാമത്തവരോടും പറഞ്ഞു, നീ 5 പട്ടണങ്ങൾക്ക് അധിപതിയാകുക. മൂന്നാമത്തവരോട് വെക്കുകയാണ്. വിശ്വാസികൾ ഭൂരിഭാഗവും മൂന്നാമത്തവന്റെ കൂട്ടത്തിലാണ്. അവൻ ഒരു കർച്ചീഫിൽ പൊതിഞ്ഞ ഒരു നാണയത്തൊട്ടുമായി അടുത്ത് വരികയാണ്. അടുത്ത് വന്നിട്ട് പറയുക, നോക്ക്, നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇവന് ദൈവത്തെ പറ്റി അറിഞ്ഞൂടാ. ഇവന് ദൈവത്തെ പറ്റി അറിഞ്ഞൂടാ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ആരാ യേശു? ആരാ യേശു? ഉത്തരവുണ്ടോ? ഇനി ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ചിരിക്കുക. ആരാ യേശു? നിങ്ങൾ സ്വയം ചോദിച്ചു നോക്ക്. നമുക്ക് ഉത്തരവില്ല. അപ്പൊ ഈ മനുഷ്യൻ പറയുകയാ, യേശുവിന്റെ സ്വഭാവം എന്താ അറിയാവോ? യേശുവിന്റെ സ്വഭാവം എന്താണ് അറിയാമോ നിങ്ങൾക്ക്? ഞാൻ ദൂർഖിപ്പിക്കാതെ പറഞ്ഞു പോകാം. യേശുവിനെ പറ്റി നിങ്ങൾ ഒരുപാട് മനസ്സിലാകണ്ട. യേശു ഈസ് ഈക്വൽ ടു ലവ്, സ്നേഹം, അനന്തമായ സ്നേഹം. നേരത്തെ പറഞ്ഞു, അൺകണ്ടീഷൻ, നിബന്ധനകളില്ലാത്ത സ്നേഹമാണ് യേശു. ഇനി അതിനപ്പുറത്ത് നിങ്ങൾ യേശുവിന് മനസ്സിലാകണ്ട. ഇതിനപ്പുറത്ത് ഒരു അതിർ പറയുമ്പില്ല യേശു. അപ്പോ ഇവൻ അറിഞ്ഞുകൂടാ. ഇവൻ പറയുക, നീ ഒരു ദുഷ്ട മനുഷ്യനെന്നാ ഞാൻ കരുതിയത്. നീ എന്തിനു ഏതിനും പിടിച്ച് തൂക്കിയിടുന്ന, നരകത്തിലിടുന്ന, അല്ലേ? അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? നീ അത് ചെയ്ത ഇത് ചെയ്ത നിന്നെ തൂക്കിയിടുന്ന, നരകത്തിലിടുന്ന ആളാണ്, നിന്നെ തീ ഇട്ട് കളയുന്ന ആളാണ്. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു അങ്ങോട്ട് വരാൻ. അതുകൊണ്ട് നീ തന്ന ഈ ടാലന്റ് ഞാനിനി പറഞ്ഞാൽ കുഴപ്പമാവുമോ എന്ന് കരുതി ഞാൻ റൂമാനിൽ കെട്ടിവെച്ചു. ഇന്നാ ഈ റൂമാൻ നിന്റെ നാണയത്തെ ഞാനിതാ നിനക്ക് തരുന്നു. ക്രിസ്തുവാകുന്ന ആ സ്നേഹത്തിന്റെ നാണയത്തെ നമ്മൾ എല്ലാവരും റൂമാനിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്താ റൂമാനിന്റെ പ്രത്യേകത? വിശുദ്ധ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ മാർത്തയുടെയും മറിയയുടെയും വീട് നമുക്കറിയാം. അവിടെ യേശു ചെല്ലുമ്പോൾ ഒരുത്തനെ കല്ലറയിൽ റൂമാലുകൾ കൊണ്ട് ചുറ്റി വരിഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ചുറ്റി വരിഞ്ഞു വെച്ചിരിക്കുക? റൂമാൽ കൊണ്ട്. റൂമാലിനുള്ളിലെ അവസ്ഥ എന്താ? നാറ്റം വമിക്കുന്ന അവസ്ഥയാണ്. റൂമാൽ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഇടത്തെ അവസ്ഥ നാറ്റം വമിക്കുന്ന അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തു സ്നേഹത്തെ റൂമാൽ കൊണ്ട് പൊതിഞ്ഞ് പുറത്ത് കാണിക്കാൻ കഴിയാതെ വണ്ണം ഹൃദയത്തിന്റെ അടിത്തറകളിൽ കുഴിച്ചിടപ്പെടുമ്പോൾ ക്രിസ്തു വിശ്വാസി നാറ്റം വമിക്കുന്നവനായി മാറും. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു പ്രസംഗം ഈ അടുത്ത കാലത്ത് എനിക്ക് കേൾക്കാനിടയായി. ഒരു ഹൈന്ദവ പുരോഹിതൻ ഒരു സഭയുടെ പ്രസംഗത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, നോക്ക്, നിങ്ങളുടെ ദൈവം സ്നേഹത്തെ പഠിപ്പിച്ചവനാണ്, സ്നേഹത്തിന്റെ വെളിച്ചത്തെ പകർന്നു വന്നവനാണ്. ഈ വെളിച്ചം കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടതും ഒരു സമൂഹത്തെ മുഴുവൻ പ്രകാശപൂരിതമായി മാറ്റാൻ കഴിഞ്ഞതും ഈ സ്നേഹം കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്കൊരൊറ്റ ദൈവമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് 10,000 ഡിനോമിനേഷൻസ് ഉണ്ട്. പെന്തക്കോസ്, RC, കത്തോലിക്ക, CSI, ECI, ഒരൊറ്റ ദൈവവും അളവില്ലാത്ത ഡിനോമിനേഷനുകൾ. തീർന്നില്ല. അപ്പൊ അവിടെയെങ്കിലും തീരുമെന്ന് കരുതി ഒരൊറ്റ ദൈവത്തിന് അനേക പേരിലുള്ള പള്ളികൾ, അവിടെയും തീർന്നില്ല. ഇപ്പൊ പള്ളിയിലോട്ട് വന്നു. പള്ളിയിലോട്ട് വരുമ്പോൾ സഭാജനങ്ങൾക്കിടയിൽ ഒരു 500 ഗ്രൂപ്പുകളാണ്. അവിടെയും തീർന്നില്ല. നമ്മൾ യുവജന സംഘടനയിൽ വന്നു, അവിടെ ഒരു 500 ഗ്യാങ്ങുകൾ ഉണ്ടാവും. അവിടെ നിന്ന് സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് വന്നു, അവിടെയും നമ്മൾ ഗ്യാങ്ങാണ്. പ്രിയമുള്ളവരെ, ചേരി തിരിഞ്ഞിരിക്കാനല്ല ദൈവസ്നേഹം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഒരുമിച്ച് നിൽക്കാനാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമായി. ഒരു അമ്പലത്തിലേക്ക് ചെന്നാൽ അവിടെ ഒരുപാട് ദേവവിഗ്രഹങ്ങളുണ്ടാകും. ഇന്ന് വരെ ഏതെങ്കിലും അമ്പലത്തിൽ ദൈവത്തിന്റെ പേരിലോ
അധികാരത്തിന്റെ പേരിലോ അടിയുണ്ടായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രശ്നങ്ങൾ അവരിൽ തീർക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ദൈവസ്നേഹം പകർന്നു വന്ന ക്രിസ്തുവിന്റെ മക്കളായ നമ്മൾ തമ്മിൽ തല്ലി ചിതറി സമൂഹത്തിന് കൊടുക്കുന്ന മാതൃക എന്താണ്? നമ്മളിലൂടെ അല്ലേ പ്രിയപ്പെട്ടവരെ ഈ സ്നേഹം സമൂഹത്തിൽ പങ്കുവയ്ക്കപ്പെടേണ്ടത്? സമൂഹത്തിൽ സ്നേഹം പങ്കുവയ്ക്കപ്പെടേണ്ട ക്രിസ്തുവിന്റെ ശിഷ്യരാകേണ്ട നമ്മൾ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞ് ചിലർ പറയുന്നു ഈ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ട, ചിലർ പറയുന്നു ഈ സ്നേഹത്തെ പങ്കുവയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല, ഇത് റോമാനിലിരിക്കട്ടെ, എന്നെങ്കിലും 50 വയസ്സാകുമ്പോൾ ഇതിനെ അഴിക്കാം, മരിക്കാൻ കിടക്കുമ്പോൾ ഇതിനെ അഴിക്കാം, അപ്പോൾ രക്ഷയെ പറ്റി ആലോചിക്കാം. അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ? നിങ്ങളുടെ ക്രിസ്തുസ്നേഹം റോമാനിൽ കെട്ടിവെച്ച് നാറ്റിക്കാനുള്ളതല്ല. എല്ലാവരും ശ്രദ്ധയോടെ, ഉറങ്ങിയിരിക്കുന്നവരെല്ലാവരും ശ്രദ്ധയോടെ ഈ ഒരു കാര്യം കേൾക്കണം. എന്താണ്? ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വം സമൂഹത്തിലും കുടുംബത്തിലും ബന്ധങ്ങളിലും സഭയിലും കലഹമുണ്ടാക്കലല്ല. നീ ലാസറിനെ പോലെ നാറ്റം വമിക്കേണ്ടവനല്ല. നിന്റെ ജീവിതം പൗലോസിന്റെ ജീവിതം, ശൗലിന്റെ ജീവിതം എങ്ങനെ പൗലോസായി മാറ്റപ്പെടുന്ന രീതിയിൽ രൂപാന്തരപ്പെട്ടോ? നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വചനത്തെ പ്രതി കർത്താവ് നിങ്ങൾ ന്യായം വിധിക്കും. വേണമെങ്കിൽ സ്വീകരിച്ചോ. താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് സ്വീകരിച്ചു പോകണം. ഞാൻ എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കും. ഞാൻ എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കും. ഞാൻ എന്റെ സഭയിലും എന്റെ സമൂഹത്തിലും സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കും. കലഹത്തിന്റെ, പ്രതിസന്ധിയുടെ, വഴക്കിന്റെ, അസ്വസ്ഥതയുടെ, അസൂയയുടെ ഒരു വാക്ക് പോലും എന്റെ ജീവിതത്തിൽ നിന്ന് ഉത്ഭവിക്കുകയില്ല. ഇത്രയും നമ്മളുടെ ഈ ഉത്തരവാദിത്വം. വേറെ ഒന്നും തന്നെ പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തെ പങ്കുവയ്ക്കുക എന്ന ഒരേ ഒരു ഉത്തരവാദിത്വം മാത്രമേ ക്രിസ്തു തന്നുള്ളൂ. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ 600 നിയമങ്ങളുണ്ട് പ്രിയമുള്ളവരെ. എല്ലാത്തിനെയും കൂടി ചുരുക്കിയിട്ട് പറയുക, ഈ സ്നേഹിതടാ, ഈ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോലില്ല, നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഒടുവിൽ ചോദിക്കുകയാണ്, എത്ര നേടി? നീ സ്നേഹം കൊണ്ട് എത്ര നേടി? വെറുപ്പ് നേടിയോ സന്തോഷം നേടിയോ? പല കുടുംബങ്ങളിലും നമുക്കറിയാം, മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ അപ്പനമ്മയെ തിരിഞ്ഞു നോക്കൂല. കാര്യം അപ്പനമ്മമാരോട് ജീവിച്ച കാലം മുഴുവൻ ഒരു ഉള്ളിൽ വെറുപ്പ് വളർത്താൻ ജീവിച്ചു. കാര്യം എന്താ? അവർ തമ്മിലുള്ള ആ ബന്ധത്തിനിടയ്ക്ക് സ്നേഹം കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഞാൻ ചിന്തകളെ അവസാനിപ്പിക്കട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞു, ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന താലത്തിന്റെ പേര് സ്നേഹമെന്നാണ്. അത് പുതിയ നിയമമാണ്. പുതിയ നിയമമാണത്. ക്രിസ്തു നമുക്ക് തന്ന പുതിയ നിയമമാണ് സ്നേഹം എന്ന നിയമം. ഈ നിയമത്തെ, ഈ താലന്തിനെ സമൂഹത്തിൽ പങ്കുവയ്ക്കുക എന്ന ഉത്തരവാദിത്തമാണ് സഭയ്ക്കും സമൂഹത്തിനും പുരോഹിതന്മാർക്കും സഭാജനങ്ങൾക്കും ഉള്ളത്. ഇത് ചെയ്യാൻ കഴിയാത്തിടത്തോളം നമ്മൾ പരാജയമാണ്. ക്രിസ്തു ശിഷ്യൻ എന്ന പേരിന് അർഹനാണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചോ? ഗുരുവിന്റെ പാത പിൻപറ്റാത്തവൻ ഗുരുവിന്റെ ശിഷ്യനല്ല. അങ്ങനെയെങ്കിൽ പിൻപറ്റാൻ നമ്മൾ തയ്യാറാകണം. രണ്ടാമത്തെ കാര്യം, ഈ വചനത്തെ പ്രതി കർത്താവ് നമ്മെ ന്യായം വിധിക്കും. നിന്നോട് പറഞ്ഞു, ഒറ്റ കാര്യം മാത്രം നീ ചെയ്താൽ മതി, ഒരു മോളൊന്നും വേണ്ട, സ്നേഹിച്ചാൽ മതി. ഈ സ്നേഹത്തെ സമൂഹത്തിൽ പകർന്നു കൊടുക്കാൻ തയ്യാറാണോ? ഒരു സമൂഹമായി നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? പ്രിയമുള്ളവരെ, നിങ്ങളുടെ സഭ രൂപീകരിച്ചിട്ട് 138 വർഷം തികയാൻ പോവുകയാണ്. വളരെ മന്ദഗതിയിൽ ഓടുന്ന പെട്രോൾ തീർന്ന വണ്ടി പോലെയാണ് ഇപ്പൊ നമ്മുടെ പള്ളി പോണേ. ചിലപ്പോൾ തള്ളണം, ചിലപ്പം ഇറക്കമൊക്കെ വരുമ്പോ അങ്ങ് പാസമായിട്ട് പോകും, പിന്നെയും കയറ്റം വരുമ്പോ തള്ളണം. ഇതല്ലേ അവസ്ഥ? അതിന്റെ തെളിവാണ് ഈ ഒഴിഞ്ഞിടക്കുന്ന ബെഞ്ചുകൾ. 138ാമത് സഭാവാർഷികത്തെ പറ്റി നമുക്കൊരു പുതിയ തീരുമാനം എടുക്കാം. ഇതെന്റെ സഭയാണ്. 138 വർഷം എന്റെ പൂർവികരിലൂടെ അവരധ്വാനം, അനേകം അമ്മമാരുടെ താലിമാല പണയം വെച്ച പള്ളി, ആഭരണങ്ങൾ ഊരി വെച്ച പള്ളി, അനേകരുടെ പലിശക്കടം കൊണ്ട് തീർക്കപ്പെട്ട ദേവാലയം, അനേകരുടെ കണ്ണുനീരിൽ തീർക്കപ്പെട്ട ദേവാലയം, അനേകരുടെ വിയർപ്പിൽ തീർക്കപ്പെട്ട ആലയം, അനേകരുടെ അസ്ഥി പൊട്ടി പണിയപ്പെട്ട ദേവാലയം. ഈ ദേവാലയം സ്നേഹത്തിന്റെ കൂടാരമായി ഞാൻ പണി. ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ഇവനെ ആഘോഷവും അനുഗ്രഹവുമാക്കി മാറ്റും. ഇതോടെയെങ്കിലും ഞങ്ങൾ ഭിന്നിച്ചു കഴിയുന്ന ഒരു സമൂഹമായിട്ടല്ല, 138ാം വർഷം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജനമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷമില്ലേ? 138ാമത്തെ വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ചരിത്രം കുറിക്കും. ഇന്നലെ വരെ ഞങ്ങൾ സഹോദരങ്ങൾ പരസ്പരം അറിയാൻ കഴിയാത്തവരായിരുന്നു.
പരസ്പരം മുഖത്തോട് മുഖം നോക്കാത്തവരായിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഞങ്ങൾ മാറാൻ പോവുകയാണ്. ഇന്നു മുതൽ പഴയതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മുടെ കുഴപ്പങ്ങളെ ഓർത്ത് ക്രിസ്തു നമ്മളെ സ്നേഹിക്കാൻ നോക്കിയാൽ ക്രിസ്തു നമ്മുടെ മുഖത്ത് നോക്കൂ? നമ്മുടെ പാപങ്ങൾ ഓർത്താൽ, നമ്മുടെ പാപങ്ങളെ അനന്തമായി ക്ഷമിക്കുന്നൊരു ദൈവം നമുക്കുള്ളപ്പോൾ മറ്റുള്ളവർ നമ്മോട് ചെയ്തത് നമുക്ക് ക്ഷമിച്ചുകൂടെ? കുറവുകൾ ക്ഷമിച്ചുകൂടെ? പരസ്പരം ഒരു സമൂഹമായി, ഒരു ജനമായി നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരോട് കർത്താവ് ചോദിക്കും, നീ എത്ര നേരം? നമുക്ക് പറയാൻ കഴിയണം, നമുക്ക് കർത്താവേ, എന്റെ കയ്യിൽ 10 എണ്ണമുണ്ട്. നല്ലവരും വിശ്വസ്തരുമായ ദാസനെ, എന്റെ 10 പട്ടണങ്ങൾക്ക് നീ അധികാരിയായിരിക്കുക. 10 പട്ടണങ്ങൾക്ക് അധികാരികളായി മാറുന്ന, വിശുദ്ധരായി മാറുക.